ഹായ് ഫ്രണ്ട്സ്, ചെറിയൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ സ്റ്റഡി പർപ്പസിനായിട്ട് നിങ്ങൾക്ക് ഒരു മൈക്രോ ഫിനാൻസ് സെക്ടറിൻ്റെ കുറച്ച് സ്റ്റോക്കുകൾ സ്റ്റഡി ചെയ്യാനായിട്ട് പറയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ചാനലിൽ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, സ്റ്റഡി പർപ്പസ് മാത്രമാണ്. നല്ല അവസരങ്ങൾ അല്ലെങ്കിൽ നല്ല സാധ്യതയുള്ള സ്റ്റോക്കുകൾ പറയണു. നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാർ വഴി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ മൈക്രോ ഫിനാൻസ് അവരുടെ ഗ്രോസ് എൻ പി എയുടെ ഒക്കെ ഒരു പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യണ സമയത്തൊക്കെ വളരെ പ്രശ്നങ്ങളായിരുന്നു. വളരെ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് നടക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. അറിയാം, കൂടുതലായിട്ടും ചെറുകിട ലോണുകളും ബൈക്ക് ലോൺ, ഹോം ലോൺ പോലെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ്സിനായിട്ടുള്ള ലോണുകൾ, ഇതൊക്കെ ആയിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് റീപേയ്മെൻറ്റ് വരാണ്ടാവുമ്പോൾ ഉണ്ടാവണ ആ ഒരു പ്രശ്നങ്ങളുടെ ഒരു പേടി കൊണ്ട് RBIയുടെ റൂൾസിലൊക്കെ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് അത് നല്ല കറക്ഷനും വന്നു. തിരിച്ച് ഞാൻ വിചാരിക്കുന്നത്, ആ ഒരു സെക്ടറിനെ സംരക്ഷിക്കാനായിട്ട് എന്തായാലും അവർ ശ്രമിക്കും. അത് ഏകദേശം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ഗ്രോസ് എൻ പി എ പെർസെൻറ്റേജ് ഒക്കെ കുറവ് കാര്യങ്ങളുള്ള, അല്ലെങ്കിൽ ഒരു 4ന് മുകളിലൊക്കെ പോവാത്ത തരത്തിലുള്ള കുറച്ച് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഒരു ചാർട്ട് കാണിച്ചു തരാണ്. വീക്കിലി ചാർട്ടാണ്. ഏകദേശം നിങ്ങൾക്ക് RSI കാണാം. ഏകദേശം ഒരു 20-25 റേഞ്ചിലൊക്കെ അതിൻ്റെ ഒരു സോൾഡിങ് ഏകദേശം എന്നിട്ട് പറയാ കഴിഞ്ഞു, തിരിച്ചു പോരാനുള്ള ഒരു തിരക്കിലാണ്. പക്ഷേ എപ്പോഴും ബുള്ളിഷ് സാധ്യത നമുക്ക് വരാം. ഏകദേശം ഒരു 35നൊക്കെ മുകളിലേക്ക് ഇത് RSI ഒക്കെ ചെയ്ത്, പിന്നെ ഏകദേശം അവിടെ അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ള 45, 50, 55, 60 റേഞ്ചൊക്കെയാണ്. അപ്പോൾ അവിടെ വരെയൊക്കെ പോയിട്ട് ഈ പറഞ്ഞ പോലെ അന്നത്തെ ഒരു കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കാം അത് തിരിച്ചു വരാനും അതിന് വരാണ്ടിരിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളിത് പഠിച്ചതിന് ശേഷം അത് ഫ്യൂച്ചറുള്ള സ്റ്റോക്കാണെന്ന് മനസ്സിലായിട്ട് ഏകദേശം നിങ്ങൾക്ക് കാണാം, ഒരു 4 വീക്കൊക്കെ ആയിട്ട് ഏകദേശം ഈ ഒരു 61 റേഞ്ചിലൊക്കെ സപ്പോർട്ട് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏകദേശം 2021 ഏകദേശം റെസിസ്റ്റൻസ് ആയിരുന്നു. അതൊക്കെയാണ് ബ്രേക്ക് ചെയ്ത് പോയിട്ട് പിന്നെ അതൊരു സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുന്നുള്ള ഒരു വിശ്വാസം. പക്ഷേ നമ്മൾ ഏകദേശം ഒരു സ്റ്റോക്ക് നമ്മൾ എടുക്കുമ്പോൾ, അതൊരു ലോങ് ടൈം പർപ്പസിനായിട്ട് എടുക്കുമ്പോൾ, നമ്മൾ അവിടുന്ന് ഒരു 30% താഴേക്ക് വന്നാൽ പോലും നമ്മളതിനെ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യണം. ഏകദേശം എങ്ങനെയാണ് ഞാൻ അതിൻ്റെ കുറിച്ച് എൻട്രി എടുത്ത് താന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാന്നൊക്കെയുള്ള വിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇക്വിറ്റാസിൻ്റെ ഏകദേശം നിങ്ങൾക്ക് മാർക്കറ്റ് ക്യാപ്പും സ്റ്റോക്ക് പി ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നോക്കി കഴിഞ്ഞാൽ കാണാം. ഏകദേശം അവരുടെ ക്യാഷ് ഇക്വലൻസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിയോട്രോസ്ക്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാർട്ടറിൽ കാണാം. ഏകദേശം അതിൻ്റെ ഗ്രോസ് എൻ പി എന്നൊക്കെ പറയുന്നത് 2.95%, നെറ്റ് എൻ പി 0.9% ഒക്കെയാണുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് ഇത് ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ കണ്ട ഈ 4ൽ നിന്നൊക്കെ കുറഞ്ഞ് വന്നിട്ട് ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് ചെറിയൊരു ഇതുണ്ടായതാണ്. പക്ഷെ എന്നാൽ പോലും ആ ഒരു സെക്ടർ ഇടിഞ്ഞപ്പോൾ മൊത്തത്തിൽ അത് ഇടിഞ്ഞതാണെന്ന് മാത്രം. എന്നാൽ അപ്പോൾ പോലും നമുക്ക് പരിഗണിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റോക്ക് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അറിയാമല്ലോ നിങ്ങൾക്ക്, ഡൊമസ്റ്റിക്കിൻ്റെ ഒക്കെ ഏകദേശം 43% അവരൊക്കെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള മികച്ച ക്വാളിറ്റി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണ സ്റ്റോക്ക് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ മറ്റുള്ള ബിസിനസ് മോഡലുകളൊക്കെ പഠിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം, വെറും 35 രൂപയുള്ള ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇതേപോലെ തന്നെ ഏകദേശം കറക്ഷൻ കിട്ടിയിട്ടുള്ളത് ഏകദേശം 50% അടുത്തൊക്കെയാണ് കറക്ഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇനിയിപ്പോൾ അത് തിരിച്ച് ഉയർന്നു വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ ഹൈയിൽ പോയാൽ പോലും നമുക്ക് 100% നമുക്ക് സാധ്യതകളുണ്ട്. RSI കണ്ടില്ലേ, ഏകദേശം 35 ക്രോസ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് താഴെ വന്നില്ലെങ്കിൽ അത് പ്രവർത്തിച്ച് 100 EM കട്ട് ചെയ്ത് പോയിട്ട് പിന്നെ നമുക്ക് ഒരു 2, 3, 4 കൊല്ലത്തിനുള്ളിലൊക്കെ അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇതേ സെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചാർട്ട് നിങ്ങൾ ഒരു വര വരച്ച് കഴിഞ്ഞാൽ കാണാം. കൂടുതൽ ഞാൻ ഇതാക്കാൻ നിൽക്കണില്ലേ. അപ്പോൾ ജീവനിലും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ വളരെ ചെറിയൊരു സ്റ്റോക്ക് പിയോട് കൂടിയ ഒരു സ്റ്റോക്ക് തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാല്യുവേഷനും കാര്യങ്ങളൊക്കെ ആയാലും നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു വാല്യൂസ് ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ക്വാർട്ടർലി റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാം ഏകദേശം ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യണത് ഗ്രോസ് എൻ പി എ പെർസെൻറ്റേജ് ഒക്കെ എന്ന് പറഞ്ഞാൽ കണ്ട ഇവിടെയൊക്കെ വെക്കുമ്പോൾ 11, 9, 7, 6 എന്നൊക്കെ വന്ന് കുറഞ്ഞ് അങ്ങനെ വരാണ്. ആദ്യമൊക്കെ നമ്മുടെ ബാങ്കിൻ്റെ സിസ്റ്റം തന്നെ മൊത്തത്തിൽ അത് ഗ്രോസ് എൻ പി എ പെർസെൻറ്റേജ് ഒക്കെ 11, 9, പിന്നെ 7 അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ വളരെ കുറഞ്ഞ് അത് 2.90, 2.903 അടുത്തൊക്കെ, അതൊക്കെ മികച്ചതാണ്. കാരണം ആൾക്കാർ
100 രൂപ കടമെടുക്കുന്ന സമയത്ത് അതിൽ 2 രൂപ 3 രൂപ മാത്രമാണ് അതിൽ പെൻഡിങ് നിൽക്കുന്നത്. ബാക്കിയൊക്കെ അവർ അടച്ചു തീർക്കുന്നത്. അപ്പോൾ സ്ട്രെങ്ത് ആണത് ബാങ്കൊക്കെ നന്നായി പെർഫോം ചെയ്യണതിൻ്റെ കാരണങ്ങളും അതൊക്കെയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. മറ്റേൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത FIIസിൻ്റെ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരും വഴിക്ക് ഇതിൻ്റെ ബിസിനസ് മോഡലുകളൊക്കെ അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ RBI ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിശ്വസിക്കാം അത് തിരിച്ച് അതേപോലെ തന്നെ വരും എന്നുള്ളത്. അതാണ് ഈ 2 സ്റ്റോക്കാണ് ഏറ്റവും നല്ല രീതിയിൽ ചെറിയ ഒരു വാല്യുവേഷനിൽ കിടക്കുന്നത്. പിന്നെ കുറച്ചും കൂടി പൈസ കുറച്ചും കൂടി തരത്തിലുള്ള, പക്ഷെ വാല്യുവേഷൻ്റെ ബേസ് നോക്കുമ്പോൾ നമുക്ക് പൈസ അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണാം ഒരു ഈ ഒരു സ്റ്റോക്ക് അർമാൻ ഫിൻസർവ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഏകദേശം കാണാം നിങ്ങൾക്ക്, ഏകദേശം അത് 2600 2700 റേഞ്ചിലായിരുന്നു അതിൻ്റെ പോക്ക്. അപ്പോൾ ഏകദേശം കാണാം കറക്ഷൻ കിട്ടിയിട്ട് ഇതിൻ്റെ ഒരു ഹൈയിൽ വന്ന് നിൽക്കുന്നത്. ഞാനൊരു വെറുതെ ഒരു ചാനൽ വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം കണ്ട ഏകദേശം ഈ ഒരു ലെവലിലൊക്കെ വന്നിട്ട് നിന്നത് കാണാം. അപ്പോൾ നമ്മളത് ഓപ്പർച്യൂണിറ്റി നമുക്ക് തിരിച്ച് പോവാണെന്ന് വെച്ചാൽ പോലും നമുക്ക് ഏകദേശം കാണാം, വർഷങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അതിൻ്റെ ഹൈ പോയാൽ പോലും 100% ഈ പറഞ്ഞ 3 സ്റ്റോക്കും ഏകദേശം നിങ്ങൾക്ക് കാണാം എത്രമാത്രം കറക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന്. ഇതിലൊരു പ്രൈസ് ആക്ഷനും ഫോം ചെയ്യുന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്തിട്ട് ഒരു ഒന്ന് സൂം ചെയ്തിട്ട് ഞാനൊരു പ്രൈസ് ആക്ഷൻ, അതൊരു ഹാർമോണിക് പാറ്റേൺ ആണ്. പല ഇതികളും വരാറുണ്ട്, ഞാൻ മുന്നും പല ഇതിലും ഇതാക്കാറുണ്ട്. അപ്പോൾ ഞാനിത് മാർക്കർ എടുത്ത് കാണിച്ചു തരാം, വെറുതെ ജസ്റ്റ് റഫായിട്ട് വരയ്ക്കണല്ലോ. ഓക്കെ, ഹൈല ബ്രഷ് എടുക്കാം. ബ്രഷ് എടുത്തിട്ട് ഇപ്പോൾ കാണാം ഇതിൽ ഇങ്ങനെ ഒരു വര വരും ഹാർമോണിക്കിൽ, കണ്ടില്ലേ? അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്ട ഇങ്ങനെ ഒരു വരും, പിന്നെ ഇങ്ങനെ വരും, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതാണ് ഒരു ഹാർമോണിക്, അതിൻ്റെ പുള്ളി ഷാർക്ക് എന്നൊക്കെ ആയിരിക്കും പറയുക ഈ സാധനത്തിന്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ അത് അവസാനം അതിൻ്റെ ബോട്ടത്തിൽ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ പോവും എന്നുള്ള അതിൻ്റെ ഹൈ വരെ പോകും എന്നുള്ള ഒരു ഇതാണ് ഈ ഒരു പ്രൈസ് ആക്ഷനിൽ പറയാറുള്ളത്. അപ്പോൾ അത് വർക്കാവിന് മുന്നൊക്കെയുള്ള ഇതിലുള്ള വർക്കാവുണ്ട്. നിങ്ങൾക്കത് പാറ്റേണുകൾ പഠിക്കുന്ന ആൾക്കാരാണ്, കാൻഡിൽ സ്റ്റിക്സ് പഠിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ അർമാൻ്റെ നിങ്ങൾക്ക് കാണാം വളരെ ചെറിയ ഒരു സ്റ്റോക്ക് പി തന്നെയാണ് ഉണ്ടാവുള്ളൂ. അത്യാവശ്യം ബുക്ക് വാല്യൂ ഒക്കെ ഉള്ള ക്യാഷ് ആൻഡ് ക്യാഷ് വെക്കലൊക്കെ ഉള്ള ഇതാണ്. ക്വാർട്ടർലി റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ നോക്കുക. ഇതിൻ്റെ കുറച്ചും കൂടി അധികമായിട്ട് അവരുടെ ഇത് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും 4ന്റെ താഴെയാണ്. അത് കൂടാണ്ടിരിക്കാനായിട്ട് നോക്കണം. അതാണ് എപ്പോഴും ഗ്രോസ് NPA പെർസെൻറ്റേജ് ഒക്കെയാണ് ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ മറ്റേതിനെ സംബന്ധിച്ചാലും കുറച്ചും കൂടിയും ഒരു ഉയർന്നു നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇതുകളൊക്കെ അവർ കൊടുക്കണം. ഫ്യൂച്ചറിൽ എന്തൊക്കെ ഇതുകളാണ് അതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കറക്റ്റായിട്ട് പിടിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇത് ക്രെറ്റൈസസ് ഗ്രാമീൺ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടും അതേപോലെ തന്നെ ഉള്ള ഒരു ഇതാണ് കണ്ടോ. എല്ലാത്തിൻ്റെയും അതായത് അതായത് ആ സോൾഡിങ് കഴിഞ്ഞിട്ട് തിരിച്ചു പോണ ആ ഘട്ടത്തിലാണ്. പക്ഷെ അങ്ങനെയുള്ള ഘട്ടത്തിൽ പെട്ടെന്ന് നമുക്കൊരു മൂവ്മെന്റ് പ്രതീക്ഷിക്കരുത്, അത് നമുക്ക് കിട്ടില്ല. പെട്ടെന്നൊരു മൂവ്മെന്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വിദഗ്ധന്റെ സഹായത്തോടെ തന്നെ നിങ്ങൾ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇതാക്കാനായിട്ട്. കണ്ടില്ലേ, ഒരു ട്രെൻഡ് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് സപ്പോർട്ട് സോൺ എടുക്കണമെന്ന് നോക്കുക. ഏറ്റവും വാല്യൂ ആയിട്ടുള്ള രീതിയിൽ ക്ഷമിച്ച് കാത്തിരിക്കുക. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് അവരോട് പറഞ്ഞ് അവരൊക്കെ പറഞ്ഞെങ്കിൽ ചെയ്യുക. അപ്പോൾ ഇതിലൊക്കെ ഒരു പ്രൈസ് ആക്ഷനുകളും കാര്യങ്ങളൊക്കെ ഫോം ചെയ്ത് വരണ്ടേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. കാരണം മുകളിലേക്ക് പോയി കിട്ടാൻ പോകുന്നത് നമുക്ക് 100% ടാർഗറ്റാണ് കിട്ടാനുള്ളത്. പിന്നെ അത് പഠിച്ച് നമുക്ക് നമ്മുടെ ഇതുപോലെ നമ്മുടെ ഒരു ഭാഗ്യം പോലെയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണ സ്റ്റോക്കിൻ്റെ ഇതുപോലെയൊക്കെ ഇരിക്കും. സ്റ്റോക്ക് പേ ഒക്കെ വളരെ ചെറുതായിട്ടുള്ള സ്റ്റോക്ക് പേ ആണ്. അതുപോലെ മറ്റുള്ള ഇതൊക്കെ നോക്കുക, അതിൻ്റെ ഇതുകൾ ഇത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കുക. ഏകദേശം NPA ഒക്കെ കുറച്ച് കൂടിയൊക്കെ കൊണ്ടൊക്കെ അതങ്ങനെ ഇതായതുകൊണ്ട് കണ്ട ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കൂടി വന്നുകൊണ്ടാണ് ആ ഒരു 1 year ആയിട്ട് ഇങ്ങനെ താന്ന് വന്നത്. തിരിച്ച് അതിൻ്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് അവരൊക്കെ പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ആ ലെവലിലേക്ക് കയറുന്നുള്ള വിശ്വാസം. അപ്പോൾ നന്നായി സ്റ്റഡി ചെയ്യാം. അവസരങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.